ഏട്ടാ അരുണെ അവളിന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതവൾ? ഏട്ടാ മാളു. അതെയോ? എങ്ങനെയാ നിന്റെ പ്ലാൻ? നമ്മുടെ കാട്ടിലെ അച്ചായന്റെ ഹോം സ്റ്റേ ഇല്ലേ, അവിടേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. അവൾ അതിനൊക്കെ സമ്മതിച്ചോദിച്ചോ? സമ്മതിപ്പിക്കലല്ലേ നമ്മുടെ ഡ്യൂട്ടി. അവിടെ റൂം എടുക്കുന്ന കാര്യം അവൾക്കറിയാമോ? ഏട്ടാ നീ എന്നെക്കുറിച്ച് എന്താ കരുതിയത്? എല്ലാം സെറ്റാണ്. അവൾക്ക് കാട്ടിൽ മാത്രം വളരുന്ന ഔഷധഗുണമുള്ള സസ്യങ്ങളുടെ ഒരു പ്രോജക്റ്റാണ് നമ്മുടെ കോളേജിൽ നിന്നും കൊടുത്തത്. അവളെ ഭംഗിയായി ചെയ്യാൻ എന്നെ സഹായത്തിന് വിളിച്ചതും കൂടിയാണ്. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയാനൊക്കെ ഉണ്ട് എന്നൊക്കെ ഞാൻ അവളോട് വെച്ച് കാച്ചിട്ടുണ്ട്. ഏട്ടാ മോനെ, പ്ലാനിങ് ഒക്കെ സൂപ്പറാണ്, പക്ഷേ കാര്യങ്ങളൊക്കെ നമ്മൾ കരുതുന്ന പോലെ നടക്കണം. എന്നാൽ ലക്ഷങ്ങൾ കിട്ടും. ഇപ്പോ മറ്റേ വീഡിയോകൾക്കാണ് കൂടുതൽ ഡിമാൻഡ്. മനസ്സിലായോ? നമ്മുടെ കസ്റ്റമേഴ്സിന് ഒറിജിനൽ വീഡിയോ വേണം. അതിനു എത്ര പൈസ വേണമെങ്കിലും അവർ തരും. പിന്നെ നീ ഇപ്പോ തന്നെ അച്ചായന്റെ ഹോം സ്റ്റേയിൽ പോയിട്ട് റൂം നമ്പർ 33 ബുക്ക് ചെയ്യണം. എന്നിട്ട് റൂമിൽ എല്ലാ സ്ഥലത്തും ഹിഡൻ ക്യാമറകൾ വെക്കണം. HD ക്ലാരിറ്റി ഉള്ളത് തന്നെ എടുക്കണം. പിന്നെ മൈക്ക് 2 എടുത്തോ, അഥവാ ഒന്നിൽ സൗണ്ട് റെക്കോർഡ് ആയില്ലെങ്കിൽ മറ്റൊന്നും ഉണ്ടല്ലോ. ഏട്ടാ നീ എങ്ങനെ അവളെ റൂമിൽ കയറ്റും? അതിനൊക്കെ വഴിയുണ്ട് മോനെ. അവൾ ചെടികളുടെ ഫോട്ടോ എടുക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചത്. ചിത്രങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. അതിന് ലാപ്ടോപ്പ് ഉപയോഗിച്ച് കാര്യങ്ങൾക്ക് എത്രത്തോളം വ്യക്തം ഉണ്ട് എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് മാത്രമേ അവിടം വിടാവൂ എന്നാണ് അവൾ പറഞ്ഞത്. അതിന് റൂം എടുക്കണമെന്നും ലാപ്ടോപ്പിൽ ചാർജ് നിൽക്കില്ല എന്നും ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ശരി, നാളെ അവിടെ വെച്ച് കാണാം. പിന്നെ ഒരു കാര്യം, ആക്രാന്തം കൂട്ടിക്കൊളമാകരുത്. വീഡിയോക്ക് ലെന്ത് കുറഞ്ഞാൽ ക്യാഷ് കിട്ടുന്നതും കുറയും. ഏട്ടാ കഴിഞ്ഞ 2 കേസും ഞാനല്ലേ ചെയ്തത്. പൊന്നെ, അതിനെക്കുറിച്ച് എന്നെ ഓർമ്മിപ്പിക്കല്ലേ. ആ 2 പെൺകുട്ടികളും തൂങ്ങി ചത്തത് നീ മറന്നോ? ഭാഗ്യത്തിന് അവളുമാര് എന്റെ പേര് എഴുതി വെക്കാത്തത്. എഴുതി വെച്ചാൽ തന്നെ ഇപ്പോ എന്താ കുഴപ്പം? നമ്മുടെ സാജൻ വക്കീലില്ലേ, അയാൾക്ക് കുറച്ച് ക്യാഷ് കൊടുക്കേണ്ടി വരും. പട്ടിയെ ആടാക്കി മാറ്റുന്ന വക്കീലാണയാൾ. പിന്നെ നമ്മുടെ പോലീസ് എങ്ങാനും മണം പിടിച്ചു വരും എന്നായിരുന്നു എന്റെ അടുത്ത പേടി. പക്ഷേ അതും നടന്നില്ല. ഇവന്മാരൊക്കെ ഇത്രയുള്ളൂ. മരണത്തിൽ ദുരൂഹത ഉണ്ട് എന്ന് പറഞ്ഞ് ആ 2 പെൺകുട്ടികളുടെ ബന്ധുക്കളും കേസ് കൊടുത്തതൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മുടെ പൊട്ട പോലീസിനുണ്ടോ നമ്മുടെ ഈ ടെക്നോളജി, ലോകത്തെ കഴിവും വിവരവും? അവരെന്നിട്ടു ആ 2 കേസും ക്ലോസ് ചെയ്തു. എങ്ങനെ? മരണം ആത്മഹത്യ തന്നെയാണ് എന്നും അതിനു കാരണം കോളേജിലെ പഠനഭാരവും കഠിനയാമ പ്രൊജക്ട് റിപ്പോർട്ടുകൾ മാത്രം തയ്യാറാക്കാൻ പറയുന്ന കോളേജ് മാനേജ്മെന്റിനോടുമുള്ള വെറുപ്പും, അതുകൊണ്ട് തന്നെ ജീവിതത്തോട് വെറുപ്പ് തോന്നി തുടങ്ങി എന്നും. അങ്ങനെയാണ് ആത്മഹത്യ ചെയ്യാൻ ഉണ്ടായ കാരണം. ഇതൊക്കെ തന്നെ ക്ലോസിക് റിപ്പോർട്ട്. പിന്നെ നമ്മുടെ പോലീസിനു തെളിവിനു കിട്ടിയത് അവൾമാർക്ക് ചെയ്യാൻ കൊടുത്ത പ്രൊജക്റ്റ് ആയിരുന്നു. 2 പേർക്കും കാട്ടിലെ സൂക്ഷ്മജീവികളുടെ ജീവിത രീതിയും മറ്റുമൊക്കെ ആയിരുന്നു. ഉൾക്കാട്ടിൽ പോവാതെ അതിന്റെ യഥാർത്ഥ റിപ്പോർട്ടുകൾ കിട്ടില്ല എന്നും പ്രൊജക്ട് റിപ്പോർട്ട് വെക്കാതെ ഫൈനൽ എക്സാം എഴുതാൻ യൂണിവേഴ്സിറ്റി സമ്മതിക്കില്ല എന്നും അവർ തെളിവിൽ പറയുന്നു. ഏട്ടാ നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? ഏട്ടാ അതൊക്കെ ന്യൂസ് പേപ്പറിലും TV ന്യൂസിലും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ആ പിന്നെ ന്യൂസ് പേപ്പർ നോക്കുന്ന ഒരാൾ, അതും ഈ താൻ? ഏട്ടാ അതല്ല, നമ്മൾ റേപ്പ് ചെയ്തു വീഡിയോ പിടിച്ച പെൺകുട്ടികളല്ലേ അവർ. എന്തുകൊണ്ടാണ് തൂങ്ങാൻ കാരണമെന്ന് പകൽ പോലെ നമുക്കല്ലേ അറിയുന്നത്. നമ്മളെക്കുറിച്ച് എന്തെങ്കിലും ന്യൂസിൽ ഉണ്ടോ എന്നറിയാനല്ലേ ഞാൻ ന്യൂസ് നോക്കിയത്. നീ അപ്പോ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നല്ലോ, അതുകൊണ്ടാ ഞാൻ നിന്നോട് അത് പറയാതിരുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ പോലീസ്. ഇവർക്കൊന്നും ഇനിയും നേരം വെളുത്തിട്ടില്ല. ഈ പഴയ ടെക്നോളജി വെച്ച് കേസ് അന്വേഷണം നടത്തിയാൽ എവിടെ ഇന്ന് തെളിവ് കിട്ടും? അത്ര ബുദ്ധിയുള്ള ആരെ